അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്ന ഭാഗം സൂറത്തുൽ കൗസറാണ്. അതിലെ ചോദ്യോത്തരങ്ങൾ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ അൽ കൗസറിനെ കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും. അൽ കൗസർ. ചോദ്യം: അൽ കൗസർ എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എന്ത്? ഉത്തരം: അളവറ്റ നന്മ. അടുത്ത ചോദ്യം: നബിയെ അബ്തർ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ശത്രു ആരായിരുന്നു? ഉത്തരം: ആസ് ബിൻ വായിൽ. ചോദ്യം: ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന വചനത്തിലെ ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഉത്തരം: അല്ലാഹുവിനെ. അബ്തർ എന്ന വാക്കിൻ്റെ കൃത്യമായ അർത്ഥമെന്താണ്? ഉത്തരം: വേരറ്റവൻ അല്ലെങ്കിൽ സന്താന പരമ്പര മുറിഞ്ഞുപോയവൻ. ഷാനിഅക എന്ന പദത്തിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം: ശത്രുത പുലർത്തുന്നവൻ അല്ലെങ്കിൽ നിന്നെ വെറുക്കുന്നവൻ, വിദ്വേഷം പുലർത്തുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അടുത്ത ചോദ്യം: ഹൗദുൽ കൗസറിൻ്റെ വെള്ളത്തിൻ്റെ പ്രത്യേകതയായി ഹദീസുകളിൽ വന്നത് എന്ത്? ശരി ഉത്തരം: പാലിനേക്കാൾ വെളുത്തതും തേനിലേക്കാൾ മധുരമുള്ളതും. സൂറത്തിൻ്റെ സന്ദേശം. ഈ സൂറത്തിൻ്റെ സന്ദേശം ചുരുക്കത്തിൽ എന്ത്? ശരി ഉത്തരം: സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ ശാശ്വതമാണെന്നും ശത്രുക്കളുടെ പരിഹാസം താൽക്കാലികമാണെന്നും. ഫസല്ലി ലി റബ്ബിക എന്നതിൽ നിന്റെ റബ്ബിന് വേണ്ടി എന്ന് പ്രത്യേകം പറയാൻ കാരണമെന്ത്? ആരാധനയും ബലിയും അള്ളാഹുവിന് മാത്രമാകണം എന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. ഫസല്ലി ലി റബ്ബിക വൻഹർ. അതായത് ബഹുദൈവ ആരാധകർ വിഗ്രഹങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചിരുന്നതിനാൽ പ്രത്യേകിച്ചും അള്ളാഹുവിനാണ് ആരാധനയും ബലിയും അർപ്പിക്കേണ്ടത് എന്നത് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഫസല്ലി ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി എന്ന് പ്രത്യേകം ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. കൗസർ നദിയുടെ കരകൾ. ഹദീസ് വിവരണം. കൗസർ എന്ന നദിക്ക് എത്ര കരകൾ ഉണ്ടെന്നാണ് ഹദീസിലുള്ളത്? ഉത്തരം: 2 കരകൾ എന്നാണ്. മുത്തും പവിഴവും കൊണ്ടുള്ള 2 കരകൾ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തിലെ മഹത്തായ പ്രവചനം. ഇത് ഏറ്റവും ചെറിയ സൂറത്താണെങ്കിലും ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പ്രവചനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശവും കീർത്തിയും ലോകാവസാനം വരെ നിലനിൽക്കുമെന്നും ശത്രുക്കൾ വിസ്മരിക്കപ്പെടുമെന്നുമുള്ള പ്രവചനം. ഹൗദുൽ കൗസറിലെ വെള്ളം. ഹൗദുൽ കൗസറിലെ വെള്ളം ഒരിക്കൽ കുടിച്ചവർക്ക് പിന്നീട് എന്ത് സംഭവിക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം ഹൗദുൽ കൗസറിൻ്റെ അത്ഭുതകരമായ സ്വഭാവത്തെ വ്യക്തമാക്കുന്നു. ഒരിക്കൽ കുടിച്ചാൽ ദാഹം ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അബ്തർ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ ഉപയോഗിച്ച വാക്ക് എന്താണ്? അബ്തർ, സന്താനങ്ങളില്ലാത്തവൻ അല്ലെങ്കിൽ വാലറ്റവൻ എന്നുള്ളതാണ്. അൽ കൗസർ എന്ന നദിയുടെ അടിത്തട്ട് എന്തുകൊണ്ടാണെന്നാണ് ഹദീസുകളിൽ ഉള്ളത്. അൽ കൗസർ എന്ന നദിയുടെ അടിത്തട്ട് അത് സുഗന്ധമുള്ള കസ്തൂരി കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ മറുപടി. ശത്രുക്കൾ നബിയെ അബ്തർ എന്ന് വിളിച്ചപ്പോൾ അള്ളാഹു ഈ സൂറത്തിലൂടെ നൽകിയ പ്രധാന സന്ദേശം എന്താണ്? ഭൗതിക സന്താനങ്ങളെക്കാൾ വലിയ ദാനം, ഭൗതികമായ സന്താനങ്ങളെക്കാൾ വലിയവരും ലോകാവസാനം വരെ നിലനിൽക്കുന്നവരുമായ കോടിക്കണക്കിന് അനുയായികളെ അള്ളാഹു നൽകി എന്നതാണ്. ശത്രുക്കളുടെ പരാജയം. ശത്രുക്കൾ അബ്തർ എന്ന് ആക്ഷേപിച്ചപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഉമ്മത്തിന് നൽകി. ശത്രുക്കൾ തന്നെ വിസ്മരിക്കപ്പെട്ടു.